ബി.ജെ.പി ഡീൽ എന്ന പ്രതിപക്ഷാരോപണത്തെ മറികടക്കാൻ തന്ത്രം മാറ്റി മുഖ്യമന്ത്രി. കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങൾ എന്നത് രാഷ്ട്രീയ ലാഭം നേടാനുള്ള മറ മാത്രം. ഈ പാരമ്പര്യത്തിന്റെ ഏറ്റവും നികൃഷ്ടമായ രൂപമാണ് വയനാട്ടിൽ കണ്ടത്. വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് നാടാകെ പണം പിരിച്ചവർ പിന്നീട് മൗനം പാലിക്കുകയാണ്. എത്ര രൂപ പിരിച്ചുവെന്നും എത്ര രൂപ ചിലവഴിച്ചുവെന്നുമുള്ള ചോദ്യങ്ങളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ഒഴിഞ്ഞു മാറുകയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സൈഫ്, 3-4 ദിവസമായി ബി.ജെ.പി ഡീലിൽ തന്നെ ചുറ്റിത്തിരികുകയായിരുന്നു തെരഞ്ഞെടുപ്പ് അജണ്ട. അപ്പോൾ അതൊന്ന് മാറ്റിപ്പിടിക്കണമെന്ന് LDFും CPMും തീരുമാനിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ അതിന് മുന്നിട്ടിറങ്ങുന്നു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള പുതിയ ആയുധം തിരിച്ചുവിടുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ FB പോസ്റ്റിനെ എങ്ങനെ കാണാം? ഇതിന്റെ മറപിടിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ LDFിൽ നിന്നും CPMിൽ നിന്നും ഉണ്ടാകാൻ ഇടയുണ്ടോ? എങ്ങനെയായിരിക്കും ഇത് കുറെ കൂടി വികസിക്കാൻ പോകുന്നത്? തെരഞ്ഞെടുപ്പ് രംഗത്ത് സൈഫുദ്ദീൻ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ആദ്യ കുറേ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് BJP CPM ഡീൽ ആരോപണം തന്നെയായിരുന്നു. പ്രതിപക്ഷ നേതാവ് ആദ്യം ആരോപണം ഉന്നയിക്കുന്നു, മുഖ്യമന്ത്രി തന്നെ മുന്നിൽ നിന്ന് മറുപടി പറയുന്നു. മറ്റ് നേതാക്കന്മാരായി ആരും കാര്യമായ പ്രതികരണത്തിന് പോയിട്ടില്ല എങ്കിൽ പോലും മുഖ്യമന്ത്രി എല്ലാ ദിവസവും ആ വിഷയത്തിൽ മറുപടി പറഞ്ഞു പോവുകയായിരുന്നു. അതിനിടയിലാണ് മുഖ്യമന്ത്രി തന്നെ 2006 പരവൂർ ഡീൽ എന്താണ് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നത്. അതിന് മറുപടി പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു ചില ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയും ചില ഓർമ്മപ്പെടുത്തലുകൾ മുഖ്യമന്ത്രിയോട് നടത്തുകയും ചെയ്തു. അങ്ങനെ ഡീലിൽ തട്ടിയുന്ന വിഷയത്തെ വയനാട്ടിലൂടെ തിരിച്ചുവിടുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതാണ് മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വയനാട് ദുരന്തബാധിതരോട് കോൺഗ്രസ് കാണിച്ചത് ശരിയായ രീതിയല്ല എന്നുള്ളതാണ് ഇതിന്റെ ആകെ തുകയായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ കോൺഗ്രസിനോട് ചില ചോദ്യങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. നാട് നീളെ നിങ്ങൾ പണം പിരിച്ചു, പിരിച്ച പണം നിങ്ങൾ എന്ത് ചെയ്തു, എത്ര രൂപ പിരിച്ചു, എവിടെയാണ് ആ പണമുള്ളത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം കോൺഗ്രസ് നൽകണമെന്ന ആവശ്യമാണ് ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കോൺഗ്രസിന് അത്ര വേഗത്തിൽ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞു പോകാൻ കഴിയില്ല എന്ന ബോധ്യം മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം സർക്കാരിനോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ടൗൺഷിപ്പ് കാണിച്ചു കൊടുക്കാനുണ്ട്. അതിന്റെ പണി ആയില്ലെങ്കിലും ആൾക്കാർക്ക് ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും പണി പൂർത്തിയായ ആൾക്കാർ വീട്ടിലേക്ക് എത്തിയില്ല. പക്ഷേ 178ഓളം വീടുകൾ സജ്ജമായിട്ടുണ്ട്. അത് കാണിച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിനുണ്ട്. മുസ്ലിം ലീഗിനും അങ്ങനെ വീടുകളുണ്ട്. പക്ഷേ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇട്ട കല്ല് പോലും കാണുന്നില്ല എന്ന തരത്തിലുള്ള പരാതികൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് വേഗത്തിൽ മറുപടി പറഞ്ഞു പോകാൻ കഴിയാത്തൊരു വിഷയമെടുത്ത് തെരഞ്ഞെടുപ്പ് രംഗത്തിലേക്ക് എറിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് അതിനെന്ത് മറുപടി നൽകും എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് ഇടതുമുന്നണിയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും CPMും മുഖ്യമന്ത്രിയും എല്ലാം. അതിന് മറുപടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പുതിയ ഒരു കാര്യം മുഖ്യമന്ത്രി ഇട്ടുപോകുന്നുണ്ട്. ഞങ്ങൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ പാലക്കാട് നിർത്തിയത് കൊണ്ടാണോ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനത്തിൽ. ഗുരുവായൂർ ഗോപാലകൃഷ്ണൻ എന്താണോ പറഞ്ഞത് അത് തന്നെയല്ലേ UDF ഇവിടെ പറയുന്നത് എന്നുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് പാലക്കാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ട സെറ്റിംഗ്, ആ മേഖലയിലെ ഒരു അജണ്ട സെറ്റിംഗ് ആയി കൂടി വേണമെങ്കിൽ നമുക്ക് കാണാം. അതിനോട് എങ്ങനെയാണ് UDFന്റെ പ്രതികരണം എന്നുള്ളത് ഉറ്റുനോക്കുന്ന കാര്യമാണ്. എന്തായാലും വയനാട്ടിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഈ വിവാദം ഇപ്പോൾ. സൈഫുദ്ദീൻ, സൈഫ് സൈനുലാബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്.